ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളെ ആലു പൊറോട്ടയാണ് കേട്ടോ. അതിനായിട്ടൊരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് തൊലി പോലും കളയാതെ കുക്കറിൽ നന്നായിട്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയ ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ഇതാണ് ഉണ്ടാക്കാറുള്ളത്. ചപ്പാത്തി കഴിക്കാൻ അങ്ങോട്ട് തോന്നാറില്ല. ഇത് നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആലു പൊറോട്ട റെസിപ്പി കുറേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ അങ്ങനെ ഒരുപാട് മസാലകളൊന്നുമില്ല. ഒരു 4 ഉരുളക്കിഴങ്ങളോടെ ഞാൻ പുഴുങ്ങി ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് ഉപ്പിട്ട് കുക്കറിലിട്ട് 2 വിസിലടിച്ചപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ നമ്മളൊന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ചെയ്യുന്നത് അതാണ്. പിന്നെ 2 സവാളയും കുറച്ച് മല്ലിയില, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒരു 3-4 പച്ചമുളകും, ഒരു 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോപ്പറിനകത്ത് ഇട്ടിട്ട് ചോപ്പ് ചെയ്ത് വെച്ചോളാം. കണ്ടില്ലേ, മല്ലിയിലയും പച്ചമുളകും സവാളയും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പിട്ടാണ് നമ്മുടെ കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത് എങ്കിൽ തന്നെ വേവിക്കാൻ വെച്ചാൽ പുഴുങ്ങി വെച്ചിട്ടുള്ളത് അല്ലേ, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വേറെ മസാലകളായിട്ടൊന്നും ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നല്ല 1 ടേബിൾ സ്പൂൺ നമ്മൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ആട്ട എടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ അങ്ങോട്ട് കുഴച്ച് കൊടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ചപ്പാത്തിയുടെ മാവ് എങ്ങനെ കുഴയ്ക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിലും ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കുറേശ്ശെ കുഴച്ച് വെക്കുന്നു. ഇതിപ്പോൾ തണുപ്പ് തുടങ്ങുമല്ലേ, ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അതായത് തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരം ഇത് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വിൻ്റർ സീസൺ തുടങ്ങിയില്ലേ, നമുക്ക് പൊറോട്ട തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചപ്പാത്തിയേക്കാട്ടിൽ കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ് ബോളുകൾ, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. വളരെ ഹെവിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ എടുത്തിട്ട് ഓരോരോ ബോൾസുകൾ എടുത്തിട്ട് നമ്മൾ പൊടി അങ്ങോട്ട് തൂക്കി കൊടുത്തതിന് ശേഷം നല്ല റൗണ്ട് ആക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് തിന്നാക്കരുത്. ഒരു വലുപ്പം ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു ചെറിയ വലുപ്പത്തിലാവുമ്പോഴത്തേക്കും നമ്മൾ എടുക്കേണ്ട ആ ഫില്ലിംഗ് എടുത്തിട്ട് അത് നിറയ്ക്കണം. ഓക്കെ, റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. ഒരുപാട് അങ്ങ് തിന്നാക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയില്ലേ, കുറച്ചെടുത്തിട്ട് അതിന് നടുക്ക് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കുറേ ഞാൻ പറഞ്ഞില്ലേ, ആലു പൊറോട്ടയുടെ കുറേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെ കുറേ മസാലകളൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മളിപ്പോൾ ആ പൊട്ടറ്റോയുടെ ഫില്ലിങ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ നമ്മൾ സാരിയൊക്കെ ഞുറിയില്ലേ, അതുപോലെ ഞുറു പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ട് സെൻറ്റർ ഭാഗം വന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അധികം ഉള്ളതണ്ട ആ മാവങ്ങ് മാറ്റിക്കളയാം. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം കുറച്ച് പൊടിയും കൂടെ മുകളിലേക്ക് തൂക്കിയിട്ട് വളരെ സാവധാനത്തിൽ വേണം ഇനി നമ്മളതിന് മുകളിൽ കൂടി നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ പതുക്കെ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അതേ രീതിയിൽ തന്നെ പരത്തി കൊടുക്കുക. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അകത്ത് ഈ പൊട്ടറ്റോയുടെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ചിട്ടില്ലേ, അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വരും. അത് കാരണം ഒരുപാട് അങ്ങ് വെക്കുകയും ചെയ്യരുത്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ ഞാൻ നല്ല രീതിയിൽ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായ പാനിലേക്ക് എണ്ണയല്ല തൂക്കേണ്ടത്, നെയ്യ് തൂത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് റെഡിയാക്കാം. ഇതിൽ ഞാൻ ഫില്ലിങ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് കുറയ്ക്കുമ്പോൾ നമുക്ക് വളരെ സ്പീഡിൽ അത് പരത്താൻ പറ്റും. ഒരുപാട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ അത് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഒട്ടിപ്പിടിക്കുക, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ മതി, കറിയൊന്നും വേണ്ട. ഇതിന് പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല മിക്സഡ് ആയിട്ടുള്ള അച്ചാർ, അത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാറുണ്ട്. അതാണ് നമുക്ക് ഇതിലൂടെ പറ്റുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ അതല്ലെങ്കിൽ എന്താ പറയുക, നാരങ്ങയും മാങ്ങയൊന്നും ഇതിൻ്റെ കൂടെ പറ്റില്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നമ്മുടെ കിട്ടും ഇവിടെ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും മിക്സഡ് വെജിറ്റബിളിൻ്റെ അച്ചാർ കിട്ടും. നല്ല ചൊക്കിദാനി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതാണ് അതിൻ്റെ കൂടെ ഒരു കോംബോ എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ നല്ല കട്ട തൈര്, അതാണ് ഞങ്ങൾ അച്ചാർ കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ അതും അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ആദ്യം നമ്മൾ വെച്ചില്ലേ അതിൻ്റെ ഒരു സൈഡ് ഞാനൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും എണ്ണയല്ല സോറി നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ദേ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതൊരെണ്ണം മതി കഴിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞ ആ അച്ചാറാണ് കേട്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ക്യാരറ്റും മാങ്ങയും നാരങ്ങയും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കടുകെണ്ണയുടെയൊക്കെ ഒരു ടേസ്റ്റും പെരുംജീരകം ഒക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.